ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാഹുലിനോട് വക്കീൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെ നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ കാർ എവിടെ നിർത്തിയിരുന്നത്? കാർ കുറച്ച് മാറ്റിയാണ് സാർ നിർത്തിയത്. അതെന്താ കാർ എന്താ വീടിൻ്റെ മുൻപിൽ നിർത്തിയാൽ? അത് പിന്നെ സാർ എൻ്റെ പെങ്ങൾക്കും അവളുടെ ഭർത്താവിനും എൻ്റെ അനന്തരവനും ഒന്നും എൻ്റെ കാറ് കാണുന്നത് ഇഷ്ടമല്ല സാർ. കാറ് കണ്ട അവർ ചിലപ്പോൾ പെട്ടെന്ന് വന്ന് ദേഷ്യപ്പെട്ട് എന്നെ വയലൻ്റായി അടിച്ചാലോ? ഓ, കാറ് കാണുന്നത് ഇഷ്ടമല്ല, കാറ് കണ്ട പ്രശ്നമാണ്, നിങ്ങളെ കണ്ട ഒരു പ്രശ്നവും ഇല്ലേ എന്നും ചോദിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പെങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആൾക്കാരുണ്ടായിരുന്നോ? പെങ്ങളുണ്ടായിരുന്നോ? അപ്പോൾ വക്കീലിനെ നോക്കിയിട്ട് നമ്മുടെ രാഹുൽ പറയാ, ഉണ്ടായിരുന്നു സാർ, എൻ്റെ പെങ്ങളുണ്ടായിരുന്നു. ഞാനും എൻ്റെ പെങ്ങളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഭർത്താവും എൻ്റെ അനന്തരവനും കൂടെ വന്ന് എന്നെ തല്ലിയത്. അത് കേട്ടത്. ഓ, അങ്ങനെയാണോ കാര്യം? യുവർ ഓണർ, ഇയാളുടെ പെങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. CCTV ദൃശ്യങ്ങൾ അടങ്ങുന്ന എല്ലാ റെക്കോർഡും ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ തന്നിട്ടുണ്ട്. അത് കേട്ടതും നമ്മുടെ ജഡ്ജി തലയാട്ടുകയാണ്. ഈ സമയം രാഹുൽ ഇങ്ങനെ ആലോചിക്കുക, ഈശ്വര പണി കിട്ടിയോ എന്നൊക്കെ. അല്ല, പെങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അടുക്കള വശത്തെ വാതിൽ ആരാണ് കുത്തിപ്പൊളിച്ചത്? അയ്യോ, അതെനിക്കറിയില്ല സാർ, അതുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നും രാഹുൽ. ഇത് കേട്ടതും നമ്മുടെ വക്കീലിനൊരു ചിരി വന്നതോടുകൂടെ വക്കീൽ ജഡ്ജിയെ നോക്കി, യുവർ ഓണർ, ഇയാൾ അടുക്കള വാതിൽ കുത്തി തുറക്കുന്ന CCTV ദൃശ്യങ്ങളും ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടതുമാണ്. അങ്ങനെയുള്ളപ്പോൾ അടുക്കള വാതിൽ എങ്ങനെയാണ് പൊളിഞ്ഞതെന്ന് പോലും ഇയാൾക്കറിയില്ല എന്ന് ഇയാൾ പറയുന്നത്. ഇത്തരം ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ ക്രിമിനൽ കുറ്റമേ ചെയ്യുള്ളൂന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി കാണുമല്ലോ എന്നും വക്കീലിൻ്റെ ചോദ്യം കേട്ട് ജഡ്ജി രാഹുലിനെ ഒന്ന് തുറച്ചു നോക്കുക. എടോ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. സാമാന്യം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിയുള്ളവൻ ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും CCTV ഉണ്ടാവും. ഇനി താൻ കയറുന്ന വീട്ടിലില്ലെങ്കിലും അയൽപക്കത്തെ വീടുകളിലും ഉണ്ടാവും. അതൊന്നുപോലും ശ്രദ്ധിക്കാതെ അടുക്കള വാതിൽ കുത്തി തുറന്നിട്ട് ഞാനല്ല കുത്തി പൊളിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എടോ, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കോടതിക്ക് കൈമാറി കഴിഞ്ഞു. ഇനി താൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ സമയം അത് കേട്ടതും നമ്മുടെ രാഹുൽ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രാഹുലിൻ്റെ വക്കീലിനും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതേ സമയം യുവർ ഓണർ, ഇതിൻ്റെ ഭാഗമായി ഞാൻ ഇയാളുടെ പെങ്ങളായ രൂപയെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് കേട്ടതും യെസ് പ്രോസി. അപ്പോഴേക്കും രൂപയെ വിളിപ്പിച്ചു. രൂപ വന്നതും പേര് രൂപ, നിങ്ങളുടെ ആങ്ങളെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നോ? അതെ സർ, എനിക്ക് എൻ്റെ ആങ്ങളെന്ന് വെച്ചാൽ ജീവനായിരുന്നു. എൻ്റെ ആങ്ങളെ കഴിഞ്ഞിട്ട് എനിക്ക് മറ്റെന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഓ, അങ്ങനെയാണോ? അതുകൊണ്ടാണോ ആങ്ങളയ്ക്ക് സ്വന്തം കമ്പനി പോലും കൊടുത്തത്? അത് എൻ്റെ കമ്പനി അല്ലായിരുന്നു സർ, എൻ്റെ ഭർത്താവിൻ്റെ കമ്പനിയായിരുന്നു. ആ കമ്പനി ഞാനും എൻ്റെ ആങ്ങളെയും കൂടി ചേർന്ന് മുന്നോട്ട് നയിച്ചു എന്നേ ഉള്ളൂ. ശരി, ആങ്ങളയ്ക്ക് ഒരു മകളും നിങ്ങൾക്ക് 2 മക്കളും ഉണ്ടായിരുന്നു. അതെ സർ. എന്നിട്ടും എന്തിനാണ് ആങ്ങളയുടെ മകളുടെ പേര് ആ കമ്പനിക്ക് ഇട്ടത്? അത് പിന്നെ സർ, എനിക്ക് എൻ്റെ മക്കളെക്കാളും എൻ്റെ ഭർത്താവിനേക്കാളും ജീവനും വിശ്വാസമായിരുന്നു എൻ്റെ ആങ്ങളെയും അവരുടെ മകളെയും. അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ സരയുവിൻ്റെ പേര് കമ്പനിക്ക് ഇട്ടത്. സരയു എന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു സർ. ശരി, 2 പേരും കൂടെ ചേർന്ന് ഇത്രയൊക്കെ ചെയ്ത് കമ്പനി മുന്നോട്ട് കൊണ്ടുവന്നു. ഇന്ന് ഈ നാടറിയുന്ന ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായി മാറി സരയു കൺസ്ട്രക്ഷൻ അല്ലേ? അതെ സർ. അതിനുശേഷം നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ആങ്ങളയെ അവിടെ നിന്നും പുറത്താക്കിയത്? അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ട് സർ. എൻ്റെ ഭർത്താവിനെയും എന്നെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചു. ഇയാളെ ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ, മനുഷ്യരെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനും തമ്മിൽ തല്ലിക്കാനും പിരിക്കാനും മിടുക്കന. അങ്ങനെയുള്ള ഒരാളാ അത്. എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ച് അതിനുള്ള തെളിവുകൾ വരെ നിരത്തി എന്നെയും എൻ്റെ ഭർത്താവിനെയും 10-20 വർഷം അകറ്റി നിർത്തിയതാണ് സർ. അപ്പോഴും ഇയാളുടെ വാക്ക് മാത്രം വിശ്വസിച്ചിരുന്ന ഞാൻ ഇയാൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് കരുതി എൻ്റെ ഭർത്താവിനെ അവിശ്വസിച്ചു. എൻ്റെ ഭർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞു. എൻ്റെ ഭർത്താവിനെ ഞാൻ പടിയിറക്കി വിട്ടു ഇയാളുടെ കൂടെ നിന്ന്. അതിനുശേഷം ആ കമ്പനി ഞാനും ഇയാളും കൂടെ നോക്കി നടത്തി. പിന്നീട് മുന്നോട്ടെല്ലാം നല്ല നിലയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ 20 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഭർത്താവ് ഈ നാട്ടിലെത്തിയതും എൻ്റെ ഭർത്താവ് തെറ്റുകാരനല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും.
ഓ ശരി, ആയിക്കോട്ടെ. അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു. അങ്ങനെ ഒന്നിച്ചപ്പോൾ ഈ ആങ്ങളെ തള്ളിക്കളയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ യുവർ ഓണർ, അതിന് വ്യക്തമായ കാരണമുണ്ട്. എന്നെയും എൻ്റെ ഭർത്താവിനെയും തെറ്റിച്ചത് മാത്രമല്ലാതെ എൻ്റെ സ്വത്തുക്കളിലായിരുന്നു അവരുടെ കണ്ണ്. എൻ്റെ ഭർത്താവ് ഒരു തെറ്റുകാരനല്ല എന്നെനിക്ക് മനസ്സിലായതോടുകൂടെ ഇയാളുടെ കണ്ണ് മുഴുവനും എൻ്റെ സ്വത്ത് തട്ടിയെടുക്കണമെന്നായിരുന്നു. അതിനുശേഷം എൻ്റെ മക്കളെയും എന്നെയും തമ്മിൽ പിരിക്കാൻ നോക്കി. എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്ത് അതിനുശേഷം ആ സ്വത്ത് വെച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നായിരുന്നു ഇയാളുടെ ലക്ഷ്യം, മനസ്സിലിരിപ്പും. പക്ഷേ അതൊക്കെ ഇയാളുടെ എല്ലാ പ്ലാനുകളും തകർന്നു. അതുകൊണ്ടാണ് ഇയാളൊരു കൊലയാളിയായി മാറിയത് യുവർ ഓണർ. ഇയാളെ ഞാൻ കൂടുതൽ വിശ്വസിച്ചിരുന്നു. ഇയാളുടെ വാക്ക് കേട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ പോലും തള്ളിപ്പറഞ്ഞു യുവർ ഓണർ. വേലക്കാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ടാണ് ഇയാൾക്ക് അടുപ്പമുണ്ടായത്. എന്നിട്ട് ആ സ്ത്രീയും എൻ്റെ ഭർത്താവും തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഇയാൾ പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് താരയുടെ വയറ്റിലുള്ളതെന്നും ഇയാൾ പറഞ്ഞുണ്ടാക്കി. താര വന്നതുകൊണ്ടാണ് യുവർ ഓണർ രാഹുലിനെയും അവൻ്റെ മകളെയും അവൻ്റെ ഭാര്യയെയും ഞാൻ അവിടെ നിന്നും പടിയിറക്കി വിട്ടത്. എന്തൊക്കെയാണ് പറയുന്നത്? താരയോ? എന്നാൽ നിങ്ങൾക്ക് പോകാം. യുവർ ഓണർ കേട്ടല്ലോ, ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാക്ഷി വ്യക്തമായി തെളിവ് സഹിതം നിരത്തിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ താരയായ സംസാരശേഷിയില്ലാത്ത ഒരു ഇവിടെ ഇരിക്കുന്ന ആ ആളിനോട് എനിക്കൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അയാൾ സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് അവർ പറയുന്നതൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ട്. കല്യാണി എന്നാണ് കുട്ടിയുടെ പേര്. കുറച്ച് ദിവസം മുമ്പ് വരെ ആ കുട്ടിക്കും സംസാരശേഷി ഉണ്ടായിരുന്നില്ല. വലിയൊരു ഓപ്പറേഷനിലൂടെയാണ് ആ കുട്ടിയുടെ ശബ്ദം തിരിച്ചു കൊണ്ടുവന്നത്. ആ കുട്ടിയെ കൊണ്ട് നമുക്ക് ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതായിരിക്കും. അത് കേട്ടതും യെസ് പ്രോസി. അപ്പോഴേക്കും താരയെ വിളിക്കുകയാണ്. താരയെ വിളിച്ചത് താരയും നമ്മുടെ ഒരു കല്യാണിയും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇപ്പോൾ ചിത്രരചനയൊക്കെ ഉണ്ടോ? ചിത്രമൊക്കെ വരയ്ക്കാറുണ്ടോ എന്നും ജഡ്ജി കല്യാണിയോട്. ഉണ്ട് സർ. ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എന്തോ വലിയ പുരസ്കാരം വാങ്ങിയത് TV-യിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ എന്നും കല്യാണിയും പറയുകയാണ്. ഈ സമയം മുഖപരിചയമുള്ള ജഡ്ജിക്ക് കല്യാണിയെ കണ്ട ഭയങ്കര സന്തോഷമായി. വെറും 3ാം ക്ലാസ് വരെ പഠിച്ച കല്യാണി ഇന്ന് വലിയൊരു കമ്പനി മുന്നോട്ട് നയിക്കുന്ന ഒരു MD ആണ് സർ. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. കല്യാണിയെ എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല മുഖപരിചയമുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചോളൂ. അപ്പോഴേക്കും കല്യാണി അല്ലേ, നിൽക്കുന്ന ആളെ മുൻപരിചയമുണ്ടോ? അത് കേട്ടതും പിന്നെ ഇല്ലാതിരിക്കോ സർ, ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ക്രിമിനലാണ്. അത് കേട്ടതും ആയിക്കോട്ടെ ശരി, സമ്മതിച്ചു. നിങ്ങളുടെ അമ്മായിയമ്മ പറഞ്ഞത് മുഴുവനും സത്യമാണോ? സത്യമാണ് സർ. അയാൾ പറഞ്ഞതോ? കള്ളമാണ് സർ. ഇയാളോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ തൊലി ഉരിഞ്ഞു പോവുക ചെയ്തത്. എന്തൊരു കഷ്ടമാണ്. എൻ്റെ അമ്മായിയമ്മയെക്കുറിച്ചും എൻ്റെ അമ്മായിയച്ഛനെ കുറിച്ചൊക്കെ ഇയാൾ പറഞ്ഞുണ്ടാക്കിയതൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല സർ. ഇയാൾ ചെയ്തതൊക്കെ വലിയ തെറ്റാണ്. ഇനി താര എന്ന് പറയുന്ന ഈ സ്ത്രീയെ അടുക്കള ജോലിക്ക് നിർത്തി ആ വീട്ടിൽ ഇയാൾ പരിധി വിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സർ. അങ്ങനെ ഇവർ സ്നേഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പല രീതിയിലും താര ആൻറ്റിയെ ഇയാൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ താര ആൻറ്റിയുടെ കാര്യത്തിൽ ഇയാൾ ഭയങ്കര ഒരു വീക്ക്നെസ് ആയിരുന്നു. സ്വന്തം ഭാര്യയെ പോലും ചതിച്ച് താര ആൻറ്റിയെ സ്നേഹിച്ചു. ഇവരുടെ സ്നേഹം പരിധി വിട്ടു. അങ്ങനെ താര ആൻറ്റി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഇയാളുടെ തനി സ്വരൂപം കാണിച്ചു. എല്ലാ കുറ്റവും എൻ്റെ അമ്മായിയച്ഛൻ്റെ തലയിലിട്ടിട്ട് ഇയാൾ നല്ല ആളായി. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അമ്മായിയച്ഛനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാതെ ഇയാളെ വിശ്വസിച്ചു. ആങ്ങളെ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് എൻ്റെ അമ്മായിയച്ഛനെ പടിയിറക്കി വിട്ടു. അതിനുശേഷം എൻ്റെ അമ്മായിയച്ഛനെ കൊല്ലാൻ ഗുണ്ടകളെ വിട്ടു. എന്നിട്ട് ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് എൻ്റെ അമ്മായിയച്ഛൻ എത്തിയത് അമേരിക്കയിലാണ്. പിന്നെ അമേരിക്കയിലൊരു ബിസിനസ് ചെയ്തു, അതിൽ വിജയിച്ചു. പിന്നെ അമ്മായിയച്ഛൻ തിരിച്ചു വന്നത് 20 വർഷം കഴിഞ്ഞിട്ടാണ് യുവർ ഓണർ. അതിനുശേഷം എൻ്റെ അമ്മായിയച്ഛൻ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് എല്ലാ സത്യങ്ങളും എൻ്റെ അമ്മായിയമ്മ മനസ്സിലാക്കി. പിന്നീട് ഇയാൾ പെരുങ്കള്ളനാണെന്ന് തിരിച്ചറിഞ്ഞു. താരേൻ്റെ ചതിച്ചത് അയാളാണ് സർ, അയാളാണ്. അത് കേട്ടതും യുവർ ഓണർ, ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്. സംസാരശേഷിയില്ലാത്ത ഈ സ്ത്രീയെ മുൻനിർത്തി ഈ കുട്ടി പറയുന്നതൊക്കെ വിശ്വസിക്കാൻ കോടതിക്ക് ഉറപ്പായിട്ടും പറ്റില്ല എന്നും നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ പറയുക. അത് കേട്ടതും നമ്മുടെ കിരണിൻ്റെ വക്കീലൊന്ന് ചിരിച്ചു. എന്നിട്ട് യുവർ ഓണർ, ഈ കുട്ടി പറഞ്ഞത് മുഴുവനും സത്യമാണെന്നുള്ളതിനുള്ള തെളിവ് സഹിതം കോടതിക്ക് മുൻപിൽ നിരത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ വക്കീൽ ഇങ്ങനെ പറയുന്നത്? എടോ വക്കീലെ,
എല്ലാ തെളിവുകളും ഇവിടെ നിരത്തിയിട്ടുണ്ട്. പിന്നെ എന്തടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ യുവർ ഓണർ, ഇവർക്ക് സംസാരശേഷിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ല. ഈ കുട്ടിയാണെല്ലാം പറയുന്നത്. ഇതൊക്കെ ജഡ്ജി താരയോട് ചോദിക്കുക, ഈ കുട്ടി പറയുന്നതൊക്കെ സത്യമാണോ? അപ്പം താര സത്യമാണ് സത്യമാണ് എന്നും പറയുക. അല്ല, കുട്ടിയുടെ മകളെവിടെ? അത് കേട്ടതും നമ്മുടെ താര സരയുവിനെ നോക്കുക. അതാണ് യുവർ ഓണർ ഏറ്റവും വലിയ കഷ്ടപ്പാട്. സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും പറ്റാതെ, അവളുടെ അടുത്തേക്കൊന്ന് ചെല്ലാൻ പോലും കഴിയാതെ ഇവർക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ആ കൂട്ടിൽ നിൽക്കുന്ന ആള്. അയാൾ ഒരു ബുദ്ധിയുള്ള കുറുക്കനാണ് യുവർ ഓണർ. അയാൾ കാരണം ഇന്ന് ഈ ആൻറ്റിക്ക് സ്വന്തം മകളെ നഷ്ടപ്പെട്ടിരിക്കുക. അത് കേട്ടതും അതെന്താന്ന് വെച്ചാൽ അയാളുടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി. അതിനുശേഷം മയങ്ങിക്കിടന്നിരുന്ന താരയാൻറ്റിയുടെ അടുത്ത് നിന്നും താരയാൻറ്റിയുടെ മകളെ എടുത്തോണ്ട് പോയി അയാളുടെ ഭാര്യയുടെ അടുത്ത് വെച്ചിട്ട് ഇത്രയും നാൾ വരെ ആ സ്ത്രീയാണ് അവളുടെ അമ്മയെന്നും പറഞ്ഞ അവൾ പോലും വിശ്വസിച്ചിരിക്കുന്നത്. പിന്നീട് ഈ ഇടയ്ക്ക് എല്ലാ തെളിവുകളും അവൾക്ക് മനസ്സിലായി. ചെയ്തത് മുഴുവനും കുറ്റമാണെന്നും അയാൾക്കും മനസ്സിലായി. അങ്ങനെ എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം ഈ താരയാൻറ്റിയെ കൊല്ലാൻ പോലും ആളെ വിട്ടു. അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് യുവർ ഓണർ. ഇവർ ചെയ്തതൊന്നും ആർക്കും പറയാൻ പോലും പറ്റില്ല. ഇന്ന് ആ മോളെ എന്ന് പോലും വിളിക്കാൻ ഈ അമ്മയ്ക്ക് അധികാരമില്ല. ഒരമ്മയുടെ എല്ലാ അധികാരവും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇയാൾ ചെയ്തത്. നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റാതെ ഒരുപാട് വേദനിക്കുന്നത് വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സാർ. അത് മാത്രമല്ല, ഈ ആൻറ്റിയുടെ മകള് സരയു, അവള് സ്വന്തം അമ്മയായിട്ട് കാണുന്നത് അയാളുടെ ഭാര്യയാണ് സാർ, അല്ലാതെ ഈ അമ്മയെ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ നിൽക്കുകയാണ്. യുവർ ഓണർ എത്രയും ബുദ്ധിയുള്ള ഒരു കുറുക്കനാണെന്നും ഇവിടെ നിൽക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തനാണെന്നും യുവർ ഓണറിന് മനസ്സിലായി കാണും. ബഹുമാനപ്പെട്ട കോടതി ഈ തെളിവുകളെല്ലാം അടിസ്ഥാനമാക്കി ഇവർ പറയുന്ന മൊഴികളെല്ലാം കേട്ടത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇയാൾക്ക് വലിയൊരു ശിക്ഷ തന്നെ കൊടുക്കണമെന്നാ ഞാൻ പറയൂ എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ ജഡ്ജി ഇങ്ങനെ രാഹുലിനെ തുറച്ചു നോക്കുക. എന്താടോ ഇത്, ഇത്രയൊക്കെ നടന്നിട്ടും ഒന്നും നടന്നിട്ടില്ല എന്ന് കോടതിയെ തെളിയിക്കാൻ നോക്കുകയാണോ? അപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ എഴുന്നേറ്റു. യുവർ ഓണർ, ഇവിടെ പറയുന്നത് മുഴുവനും തെറ്റാണ് യുവർ ഓണർ. ഏതോ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ സ്ത്രീയുടെ മകളാണ് ഇയാളുടെ മകളെന്നും പിന്നെ ഇയാളുടെ മകള് അമ്മയെന്ന് വിളിക്കുന്ന സ്ത്രീ ഇയാളുടെ ആദ്യ ഭാര്യയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കോടതി കണ്ടതുമാണ്. അത് നോക്കിയാൽ കോടതിക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇനി DNA റിപ്പോർട്ടിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് ലാബുകാരിക്ക് മാറിപ്പോയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചിട്ട് വന്നാൽ മതി എന്നും വക്കീൽ. അത് കേട്ടതും സരീവിൻ്റെ വക്കീൽ വായടച്ചു. അപ്പോൾ വക്കീൽ ഒന്നോട് പറയാം, യുവർ ഓണർ, എനിക്ക് ഒരു സാക്ഷിയെ കൂടെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സാക്ഷിയല്ല, പ്രതിയുടെ മകളായ സരീവിനെ. അത് കേട്ടതും യെസ് പ്രോസി. അപ്പോൾ സരയുവിനെ വിളിക്കുകയാണ്. സരയു ആകെ പേടിച്ചു. ഇത്രയും നേരം ഇവിടെ നിന്ന് എന്നെ നാണം കെടുത്തി എൻ്റെ സ്വന്തം അമ്മ അവരല്ല എന്നും എൻ്റെ അമ്മ ഈ വൃത്തികെട്ടവളാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഇനി ഞാൻ എങ്ങനെ അവിടെ പോയി നിൽക്കും എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് സരയു രാഹുലിനെ തുറച്ചു നോക്കുക. അപ്പോൾ രാഹുൽ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന പോലെ സരയുവിനെ നോക്കണം. അപ്പോൾ സരയു എഴുന്നേറ്റ് അവിടെ പോവുക. സരയു അല്ലേ? അതെ യുവർ ഓണർ. ഇവിടെ പറയുന്നതൊക്കെ കേട്ടിട്ട് കുട്ടിക്ക് എന്തു തോന്നുന്നു? എന്തു തോന്നാൻ, എൻ്റെ അച്ഛനെ എല്ലാവരും കൂടെ പ്രതിയാക്കാൻ ശ്രമിക്കുക. അതെനിക്ക് മനസ്സിലായി. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെ പിടിച്ച് തല്ലിയതും പോരാണ്ട് എൻ്റെ അച്ഛനെ ഒരു വലിയ കുറ്റവാളിയാക്കുക. കുട്ടിയുടെ അച്ഛൻ എന്ന് ആവർത്തിച്ച് പറയുന്നു. അതെ, അത് സത്യമാണ്. കുട്ടിയുടെ അച്ഛൻ, ഇത്രയും നാളും കുട്ടിയെ ചതിച്ച കുട്ടിയുടെ അച്ഛൻ, സ്വന്തം അമ്മയിൽ നിന്നും കുട്ടിയെ പറിച്ചെടുത്ത് സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടേണ്ട സ്നേഹവും എല്ലാം തട്ടിക്കളഞ്ഞ് അതെല്ലാം നഷ്ടപ്പെടുത്തി സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ഇയാളെ അച്ഛന്ന് വിളിക്കാൻ കുട്ടിക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് യുവർ ഓണർ. എൻ്റെ അച്ഛനെ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച ആളാ. ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും എന്ത് വില കൊടുത്ത് നേടിത്തരുന്ന ആള്. അങ്ങനെയുള്ളപ്പോൾ ആ അച്ഛനോട് ദേഷ്യമോ വാശിയോ വൈരാഗ്യമോ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല യുവർ ഓണർ. എനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് ഞാൻ എല്ലാ സത്യവും അറിഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ ഇവർ പറയുന്നതൊക്കെ കേട്ട് എൻ്റെ അച്ഛനെ വെറുക്കാനും എൻ്റെ അച്ഛനെ തള്ളിക്കളയാനും ഞാൻ മണ്ടിയല്ല യുവർ ഓണർ. എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല യുവർ ഓണർ. എൻ്റെ അച്ഛനൊരു പാവ. സ്നേഹിച്ച ഭാര്യയെ സങ്കടപ്പെടരുതെന്നും
അവരുടെ കണ്ണുനീര് കാണരുതെന്ന് കരുതിയിട്ട് എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ആ അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് ഒന്നും കുട്ടിയുടെ അച്ഛനോട് പറയാനില്ലേ? ഇല്ല യുവർ ഓണർ, എനിക്കൊന്നും എൻ്റെ അച്ഛനോട് പറയാനില്ല. എല്ലാവരും കള്ളന്മാരാ. എല്ലാവരും എൻ്റെ അച്ഛനെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടി എവിടെ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് സരയു വാദിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ